ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒക്ടോബറൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്കിന്നൊരു ഒക്ടോബർ ബുള്ളറ്റ് ജേർണൽ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അതായത് ഒക്ടോബറിൽ ഒന്ന് എങ്ങനെയാണെന്നുള്ളൊരു എങ്ങനെയൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിങ് പോലെയാണ് ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ടാണ് ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ നല്ല മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. പക്ഷേ എന്നാൽ ഞാൻ അത്യാവശ്യമൊക്കെ ഇതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് നിങ്ങൾക്ക് ജേർണലുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ നോട്ട്ബുക്കിലായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ളൊരു ബുക്കിൽ ചെയ്യാനാണ്. ഫസ്റ്റ് തന്നെ കവർ പേജ് സ്റ്റാർട്ട് ചെയ്യാം. കവർ പേജിൽ നിന്ന് ഞാൻ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വരച്ചതാണ്. പക്ഷെ ഞാൻ വരച്ചപ്പം ആ പിക്ചർ പോലെ വന്നില്ല. അത് വേറെ പിക്ചറും ഞാൻ വരച്ചത് വേറെ ആയിപ്പോയി, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജിൽ തന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒക്ടോബർ ആകുന്ന ഓട്ടമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ഹാലോവിൻ, ഓട്ടം, പംകിൻസ് അങ്ങനത്തെയൊക്കെ ഒരു തീമാണ് സെലക്ട് ചെയ്തത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഇലയും കുറച്ച് പംകിൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, പിന്നെ അത് ഇലയും അങ്ങനത്തെ പൂക്കൾ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൂലിപ്പൂ അങ്ങനത്തെയൊക്കെയാണ് വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഐഡിയ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് കളർ ചെയ്യാം കേട്ടോ ചെയ്തത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒക്ടോബറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാലിഗ്രഫി റൈറ്റിംഗ് ഒട്ടും നല്ലതല്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റേതായ നല്ല പോരായ്മകൾ അതിനുണ്ട്. അപ്പോൾ ആ ഒരു കവർ പേജ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പുറത്തെ പേജിൽ ഞാൻ കാലണ്ടറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ അധികം ഓവറാക്കാൻ നിന്നില്ല. കാരണം ഇപ്പുറത്തെ പേജ് അത്യാവശ്യം നല്ലതുകൊണ്ട് ഓവർ ചെയ്തുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മിനിമൽ ആക്കാമെന്ന് വിചാരിച്ചത്. ആകെ ഒരു 4 ഇല 2 സൈഡിലായിട്ട് വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ കാലണ്ടർ വരയ്ക്കാനായിട്ടുള്ള അതിൻ്റെ നമ്പേഴ്സ് എഴുതാനുള്ള കോളംസ്, റോസൊക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ എണ്ണിയിട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ഒക്ടോബർ എന്നൊക്കെ എഴുതി കൊടുത്ത് അടിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കാലണ്ടറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ റൈറ്റിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം അത് ഉണങ്ങാത്ത ഹൈലൈറ്ററിൽ മുകളിൽ കൂടെയാണ് ഞാൻ ആ സംഭവം എഴുതിയത്. അപ്പോൾ അതിൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ എന്നിട്ട് എന്താ നമ്മൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ അതൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നമ്പേഴ്സ് എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ പിന്നെ നമ്പേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വരച്ച ഇലയിലൊക്കെ കുറച്ച് കളറൊക്കെ ചെയ്ത് കൊടുക്കുക, ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നിയ ഇതാണ്. അപ്പോൾ ഞാനത് ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാലണ്ടർ പേജും. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് ഗോൾസാണ്. ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് എന്തൊക്കെ ഗോൾസ് ഉണ്ട്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നടത്തിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്, അതാണ്. അപ്പോൾ ഞാൻ അതിലും ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വരയ്ക്കുന്നത് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ആ പിക്ചർ കാണിക്കുന്നേ ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ഒടിഞ്ഞ മരം, അങ്ങനത്തെ ഒരു ഒടിഞ്ഞ മരം, ഒരു ഇലയ്ക്കില്ലാത്ത മരം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം അവിടെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ ആയി വന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ അതൊന്ന് ഔട്ട്ലൈൻ ചെയ്തിട്ട് പിന്നെ ബാക്കിയൊന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇടയിൽ ഒരു പംകിനും ബുക്കും ഒരു വിളക്കൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കണ്ട് മനസ്സിലാവാൻ പറ്റിയില്ലെങ്കിലുള്ളതിലാണ് ഞാൻ പറയണത്. എന്നിട്ട് പിന്നെ അതിൽ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താണോ ഈ മാസം ചെയ്യേണ്ടത് അതൊക്കെ ആ ഡോട്ടിൻ്റെ ഇതിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് വിഷ് ലിസ്റ്റ് ആണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളുണ്ട്. അതായത് ഇപ്പം ആഗ്രഹം തന്നെ ആണെന്നില്ല, എന്തെങ്കിലും മേടിക്കാനുള്ള ഒരാഗ്രഹം. കുറച്ച് ചിലർക്ക് ഇങ്ങനെ മെറ്റീരിയൽ തിങ്സിനോടൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വിഷ് ലിസ്റ്റൊക്കെ ചെയ്യാം.
അപ്പോൾ നമുക്ക് ആ മാസം എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നടക്കുമോ നടക്കില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോകുക, അല്ലെങ്കിൽ നടക്കണ ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് ടിക്കിട്ട് പോവാം കേട്ടോ. ഞാനതിൽ ചെറിയൊരു പിക്ചറൊക്കെ വരച്ച് അത് കളർ ചെയ്ത് പിന്നെ അതിനൊരു ബോക്സൊക്കെ വരച്ച് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വിഷ് ലിസ്റ്റ് ഒന്ന് ഇരുന്ന എൻ്റെ ഈ കാലിഗ്രാഫി റൈറ്റിംഗ് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്താൽ അതിൻ്റെ നല്ല കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇഗ്നോർ ചെയ്തുള്ളത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ഞാൻ ഒരു ഷോപ്പിംഗ് ലിസ്റ്റാണ് ചെയ്യുന്നത്. ഷോപ്പിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ബാഗിൻ്റെ കവറാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്കതങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തന്നെ വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഒരു എന്നാലും എവിടേക്ക് എന്തൊക്കെയൊക്കെയോ ഒന്ന് തോന്നും, അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഔട്ട്ലൈൻ പോലെ ഒരു ബോക്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എഴുതാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ മാസം മേടിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പേഴ്സണൽ ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് ലിസ്റ്റൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജ് ഞാൻ ചെയ്യുന്നത് എക്സ്പെൻസ് ട്രാക്കറാണ്. അപ്പം നമുക്ക് നമ്മൾ ഒരു മാസം എത്ര പൈസ ചിലവാക്കി എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, എക്സ്പെൻസ് ട്രാക്കറൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് പൈസയൊക്കെ നോക്കി നമുക്കൊരു ബഡ്ജറ്റ് വെച്ച് ചിലവാക്കുകയാണെങ്കിലൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാമെന്നുള്ളതിൽ ഒന്ന് നോക്കിയതാണ്. അറിയില്ല എത്ര സക്സസ് ആവുമെന്നുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ അതിലും ഒരു പിക്ചറൊക്കെ വരച്ച് ഞാൻ പമ്പിനും പിന്നെ അതിൻ്റെ കുറച്ച് തണ്ടും എലയും അതൊക്കെ ഞാൻ വരച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഞാനത് കളർ ചെയ്ത് ഔട്ട്ലൈൻ ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ ഞാനത് ഒരു ബോക്സും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വരച്ച് കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ ആ മാസം എന്തൊക്കെ മേടിച്ചെന്നുള്ളതിൻ്റെ ഒരു കണക്കും അതിൻ്റെ പൈസയൊക്കെ നോക്കി ഫുള്ളൊരു ടോട്ടൽ ബോക്സ് പോലെ എഴുതിയിട്ട് നമുക്ക് ആ മാസത്തെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഞാനൊരു ഹാബിറ്റ് ട്രാക്കറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോളോ ചെയ്ത് പോവേണ്ട കുറച്ച് ഹാബിറ്റ്സും പക്ഷെ നമുക്കത് മടിയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ ഓരോ കോളംസൊക്കെ വരച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കി നോക്കൂട്ടോ. അപ്പോൾ നമുക്ക് എന്തോരം ഹാബിറ്റ്സ് ആണോ ഇങ്ങനെ ട്രാക്ക് ചെയ്യേണ്ടത് അത്രയും പിക്ചേഴ്സ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നേരെ കോളംസ് ഓരോ ബോക്സസ് വരച്ച് കൊടുക്കുക. അതിൽ ഇപ്പോൾ ഒക്ടോബറിൽ 31 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ 31 ബോക്സ് ചെറിയ ബോക്സസ് വേണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഞാനിപ്പോൾ പംകിൻ്റെ ഒരു സംഭവമാണ് വരച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാനൊരു 8 വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 8 ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനുള്ള ഇതിലേക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഹാബിറ്റാണോ ട്രാക്ക് ചെയ്യാനുള്ളതെന്നുള്ളതിൽ അത് അവിടെ എഴുതി കൊടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റഡീസും സ്ലീപ്പൊന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളതിൽ എഴുതി. പിന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യണമല്ലോ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് എപ്പോഴും ഓരോ ദിവസം ചെയ്യുമ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടത് പംകിനെ ലാസ്റ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ പംകിനെയും കൂടി നമുക്ക് കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ സെൽഫ് കെയർ ട്രാക്കറാണ്. അതും ഞാനിങ്ങനെ ബോക്സസൊക്കെ വരച്ച് ഒരു പിക്ചറൊക്കെ വരച്ച് ഈ പിക്ചർ എന്തിട്ടാണെന്ന് എന്നോട് ചോദിക്കരുത്, കാര്യം എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തോ ഒരു ഇതിൽ ഞാൻ വരച്ചതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ സെൽഫ് കെയർ ട്രാക്ക് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്തൊക്കെ ഒരു റിമൈൻഡർ പോലെ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സ്കിൻ കെയറും ഹെയർ കെയറും അങ്ങനത്തെ ഗ്രൂമിങ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഇത് എപ്പോഴും ഞാൻ മറന്നു. അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. നമ്മളെപ്പോഴും ഹൈജീനായിട്ട് അതൊക്കെ ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യണത് സ്റ്റഡി ട്രാക്കറാണ് കേട്ടോ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ മിക്കവരും പഠിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതുതന്നെ സ്റ്റഡി ട്രാക്കർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എത്ര സബ്ജക്റ്റ്സ് ആണോ ഉള്ളത്
അത്രയും സബ്ജക്റ്റിൻ്റെ അത്രയും ബോക്സസ് വരയ്ക്കുക കേട്ടോ, അത്രയും നമ്പർ ഓഫ് ബോക്സസ് വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 4 സബ്ജക്റ്റ്സാണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 സബ്ജക്ട്സിൻ്റെ 4 ബോക്സസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. എനിക്ക് പെട്ടെന്ന് വേറെ ഒന്നും കിട്ടാത്തത് ഞാനൊരു ഹാലോവിനും ഒരു 2 ബുക്കൊക്കെ അതിൻ്റെ ഇടയിൽ കുത്തിക്കേച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, വരച്ച് പോയി എന്തായാലും പറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് ബോക്സ് ആക്കുക, അതിനൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയ എനിക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് ബോക്സസൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബോക്സിലും അതിൻ്റെ ഏത് സബ്ജക്റ്റാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ദിവസം എത്ര നേരം പഠിച്ചു, ആ സബ്ജക്റ്റ് പഠിച്ച് എത്ര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ എന്തോരം പഠിച്ചു എന്നുള്ളത്. നെക്സ്റ്റ് ഒരു സോഷ്യൽ മീഡിയ ട്രാക്കറാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ്, ഇൻസ്റ്റ അങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാർക്കാണ് കൂടുതൽ യൂസ് ആവുക. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് യൂസ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിൽ ഞാൻ സോഷ്യൽ മീഡിയ ട്രാക്കറിനൊക്കെ എഴുതി. എന്നിട്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഐഡിയാസിൻ്റെ ഒരു ബോക്സാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പം ഒരു പംകിനും ഹാലോവിനും അതിൻ്റെ ഒരു ബൾബും ഐഡിയ അതൊക്കെ കൂടി മിക്സായിപ്പോയി ഞാൻ വരച്ചപ്പോൾ. അതെന്താ അങ്ങനെ വരച്ചതെന്ന് എനിക്കറിയാമല്ലോ, പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ വരച്ചെന്നേ കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് പേജിൽ ഞാൻ ഒരു ബോക്സും 2 പംകിൻസൊക്കെ വരച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എത്ര വീഡിയോസൊക്കെ ഇട്ടു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് എന്തുവേണമെങ്കിലും എഴുതാം. നമുക്ക് വീഡിയോയുടെ ഐഡിയാസ് തീർന്നില്ലെങ്കിൽ അവിടെയും എഴുതാം കേട്ടോ. നെക്സ്റ്റ് പേജിൽ ഞാൻ മൂഡ് ട്രാക്കറാണ് കേട്ടോ ചെയ്തത്. മൂഡ് ട്രാക്കറിൽ ഞാൻ അവിടെ ഇവിടെ 2 വലയും പിന്നെ കുറച്ച് 31 ഹാലോവിൻസ് വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹാപ്പി, സാഡ്, മെമ്മറബിൾ അതൊക്കെ എങ്ങനത്തെ ദിവസമാണെന്നൊക്കെ എഴുതി കൊടുത്തിട്ട് അതിനോരോ കളേഴ്സ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഏത് ദിവസം ഏത് മൂഡായിരുന്നു എന്നുള്ളതിൽ നോക്കിയിട്ട് ആ കളറ് ആ ഹാലോവിൻ അടിച്ചു കൊടുക്കാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് നോട്ട്സാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഞാൻ ഔട്ടർ ലൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് അലങ്കാരപ്പണികളൊന്നും അവിടെ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതത്രയുള്ളൂ. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നോട്ട്സൊക്കെ വരികയാണെങ്കിൽ അവിടെ എഴുതി വെക്കാം. പിന്നെ ലാസ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് മെമ്മറീസ് ആണ്. ഒരു ബ്രെയിൻ ഡംപ് പോലെ നമുക്ക് ആ മാസം എങ്ങനെയൊക്കെയായിരുന്നു, എന്തായിരുന്നു സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു ആ മാസം എന്നുള്ളത് നമുക്കൊന്ന് ഒരു ജേർണലൊക്കെ പോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ കുത്തിക്കുറിച്ച് വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ പ്ലെയിനായിട്ട് വിടുകയാണ്, കാരണം അത് ഈ മാസം കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഒരു ഇതാവാം. അപ്പോൾ പിന്നെ ഞാനതെങ്ങനെ പ്ലെയിനായിട്ട് വിട്ട് ആ ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പ്ലെയിനായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബുള്ളറ്റ് ജേർണൽ ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടൊരു ഔട്ടർ വ്യൂ ആണിത്.